കോഴിക്കോട് പുറമേരി റോഡിൽ സ്ഫോടനം. ആറാം വള്ളി ക്ഷേത്രത്തിന് സമീപം റോഡിലാണ് സ്ഫോടനം നടന്നത്. സ്കൂൾ ബസ് കടന്നു പോകുന്നതിനിടയിലാണ് സ്ഫോടനമുണ്ടായത്. റോഡിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുവിന് മുകളിൽ ടയറുകൾ കയറിയപ്പോൾ പൊട്ടിത്തെറിച്ചതാണെന്നാണ് നിഗമനം. ബസിന്റെ ടയറിന് കേടുപാടുകൾ സംഭവിച്ചു. ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാം, എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? രോഹിണി, വൻ അപകടമാണ് കോഴിക്കോട് നാദാപുരത്തിന് സമീപത്തെ പുറമേരിയിൽ ഇന്ന് തലനാരിഴയ്ക്ക് ഒഴിവായത്. രാവിലെ 9 മണിയോടുകൂടി സ്കൂൾ ബസ് കടന്നു പോകുന്നതിനിടയിലായിരുന്നു റോഡിൽ ഉഗ്ര ശബ്ദത്തോടുകൂടി സ്ഫോടനം നടന്നത്. ഈ സ്ഫോടനം കേട്ട് ഉടനെ തന്നെ ഈ സ്കൂൾ ബസിന്റെ ഡ്രൈവർ വാഹനം നിർത്തുകയും പുറത്തിറങ്ങി പരിശോധിക്കുകയും ചെയ്തു. ഈ പരിശോധനയിലാണ് ഈ വാഹനം നിന്ന സമീപത്ത് വലിയ ഒരു ഗർത്തം രൂപപ്പെടുകയും ഒപ്പം തന്നെ ടയറിനടക്കം സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് ഈ സ്കൂൾ ബസിന്റെ ഡ്രൈവർ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിലേക്ക് മാറ്റുകയും തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് വിശദമായ പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് ഈ സ്ഫോടക വസ്തുവിന്റെ മുകളിൽ കൂടി ടയറുകൾ കയറിയിറങ്ങിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഉഗ്ര ശബ്ദത്തോടു കൂടി തന്നെ സ്ഫോടനം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും സംഭവ സ്ഥലത്ത് പരിശോധനകളും ഒപ്പം തന്നെ ഒഴിഞ്ഞ പറമ്പുകൾ കേന്ദ്രീകരിച്ച് സമീപ സ്ഥലത്തുള്ള ഒഴിഞ്ഞ പറമ്പുകൾ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തി ഇത്തരത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശങ്ങളും നിലവിൽ പുറമേരി പോലീസ് സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും വൻ അപകടമാണ് ഈ തലനാരിഴയ്ക്ക് ഒഴിവായിരിക്കുന്നത്. ഈ സംഭവത്തിൽ കുട്ടികളുടെ മാതാപിതാക്കളടക്കം വലിയൊരു ആശ്വാസം കൂടി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വലിയൊരു നടുക്കം കൂടിയാണ് കോഴിക്കോട് ജില്ലയിലെ ജനപ്രതിനിധികളും ഈ സംഭവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രോഹിണി, ശരി, ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.